നടൻ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയുമാണ് ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ കൃഷ്ണ നടത്തി വരുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 പെൺകുട്ടികൾ ഏകദേശം 69 ലക്ഷം രൂപയോളം കടയിൽ അവരുടെ QR കോഡ് ഉപയോഗിച്ച് തട്ടിച്ചു എന്നുള്ളതാണ് അവർ ഫയൽ ചെയ്തിരിക്കുന്ന, കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ഫയൽ ചെയ്തിരിക്കുന്ന കേസ്. അതിന് കൗണ്ടർ കേസായിട്ട് ഈ 3 പെൺകുട്ടികളും അവരുടെ ഫാമിലിയും മറ്റൊരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇവരുടെ ഫാമിലിയെ 3 പെൺകുട്ടികളെയും അവരുടെ ഫാമിലിയും തട്ടിക്കൊണ്ടുപോയി ബലമായി ഭീഷണിപ്പെടുത്തി ചെക്ക് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചെന്നും ഏകദേശം 10 ലക്ഷം രൂപയോളം അവരുടെ നിന്ന് തട്ടിയെടുത്തുവെന്നും ആണ് അവർ കൊടുത്തിരിക്കുന്ന കൗണ്ടർ കേസ്. അത് അല്ലാതെ കൃഷ്ണകുമാർ ഇവരെ ഫോണിൽ വിളിച്ച് അവരെ തട്ടിക്കളയുമെന്നും അയാൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് പിടിയെന്നും പിണറായിയുടെ പോലീസ് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്ന കൗണ്ടർ കേസ്. കൃഷ്ണകുമാർ ഫാമിലിയോട്, പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനോട് നമുക്ക് അത്രയ്ക്ക് മതിപ്പില്ലെങ്കിലും ഈ കേസിൽ കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തും ദിയ കൃഷ്ണയുടെ ഭാഗത്തുമാണ് ന്യായം എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം മീഡിയയ്ക്ക് ഈ 3 പെൺകുട്ടികൾ കൊടുത്തിരിക്കുന്ന ബയറ്റ് കണ്ടാൽ തന്നെ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി നമുക്ക് മണക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.